അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ ലാംഗ്വേജ് പേപ്പർ എല്ലാം നമുക്ക് കഴിഞ്ഞ എക്സാം. ഇനി നമുക്ക് മെയിൻ കോർ സബ്ജക്റ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് മാത്സ് ആണ്. പലർക്കും മാത്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ബിക്കോസ് അതിൻ്റെ കോൺസെപ്റ്റുകളും നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഫോർമുലകളും ഇക്വേഷനുകളും അതുപോലെ മെയിൻ കോൺസെപ്റ്റ് മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഒരിക്കലും ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങളെ. കാരണം ഇനി നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കാര്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ എങ്ങനെയായാലും ഈ ഫോർമുലകൾ ബൈ ഹാർട്ട് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഞാൻ ഫോർമുലകൾ മാത്രം വായിക്കുക. അതുപോലെ ഞാൻ കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കുക. ഞാൻ എല്ലാം വായിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സമയമില്ല. ഞാൻ മെയിൻ പോയിൻറ്റ്സ് മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങാം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം x7 - x3 = 7 - 3d ആണ്. അപ്പോൾ അടുത്തത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പോളിഗൺ നോക്കുമ്പോൾ 1 interior angle = n - 2 × 180/n. 1 exterior angle ആണെങ്കിൽ 360/n. അതുപോലെ 1 exterior angle ആണെങ്കിൽ 180 - 1 interior angle ആണ്. അതുപോലെ നമ്മൾ പെക്യൂലിയറിറ്റീസ് ഓഫ് ദ nth ടേം ഇമ്പോർട്ടൻ്റ് ആണ്. xn = an+b. അതുപോലെ ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഇക്വേഷൻസ് മാത്രം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ഇമ്പോർട്ടൻറ്റ് ഫോർമുല മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു എന്താണ് പറയുന്നത് ഒരു ഷീറ്റ് കൂട്ട് നിങ്ങൾക്ക് ഇത് കണക്കാക്കാം. നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഫോർമുലകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. Sn = a × n+1/2 + bn. അതാണ് Sn. സം ഓഫ് ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്, സം ഓഫ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതുപോലെ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ 1/2 n+1 ആണ്. സം ഓഫ് n ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ n+1. സം ഓഫ് n ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ n² ആണ്. അപ്പോൾ ഓൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് എനി സീക്വൻസ് എന്ന് പറഞ്ഞാൽ d/2 n² + x1 - d/2 n ആണ്. അതുപോലെ നമ്മൾ നിങ്ങൾക്കൊരു എന്താണ് പറയുന്നത് കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു കോൺസിക്യൂട്ടീവ് ടേംസ് നമ്മൾ നോക്കുമ്പോൾ x - d x + d അത് നിങ്ങൾ 1 2 3 ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. അതുപോലെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ സർക്കിള് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആർക്കും കോംപ്ലിമെൻ്ററി ആർക്ക് കോഡ് ആംഗിൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തം വായിക്കാത്തത്. അതുപോലെ നമ്മുടെ മുന്നിൽ സമയവും ഇല്ല. അപ്പോൾ പെയർ ഓഫ് ആംഗിൾസ് ഓൺ ഓൾട്ടർനേറ്റീവ് ആർക്സ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ 1/2c + 1/2d = 180°. അതാണ്. പിന്നെ അതുപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് ഇഷ്ടം പോലെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ ax² + bx + c എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് എപ്പോഴും. അതുപോലെ ക്വാഡ്രാറ്റിക് ഫോർമുല നോക്കുക. x = -b x or -√b² - 4ac/2a ആണ്. അതുപോലെ നിങ്ങൾ ഒരു ടേബിൾ കൂട്ടി ഞാൻ ആക്കി വെച്ചേക്കുകയാണ്. നിങ്ങൾ ഈ ടേബിൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നിങ്ങൾ ബുക്കിൽ എഴുതിയോ ഈ ടേബിൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഈ ടേബിളിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർമ്മയിൽ നിൽക്കും. കാരണം അത് കഴിഞ്ഞ് എന്തായിരുന്നു ആ ടേബിളിൽ എന്ന് നിങ്ങൾ ആലോചിക്കും. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിലുള്ളത് നമുക്ക് കിട്ടിയാൽ അടുത്തത് നമുക്ക് ഗസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ഒരെണ്ണം മറന്നു പോയാൽ തൊട്ടപ്പുറത്തേത് വെച്ച് നിങ്ങൾക്ക് അടുത്ത് ആലോചിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അപ്ലൈഡ് ഫോർമുല ജോമെട്രിയിലാണെങ്കിൽ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാനാണെങ്കിൽ 2l + b ആണ്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ l × b. പൈത്തഗോറസ് തിയറം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. പിന്നെ നിങ്ങൾ ഈ താഴത്തെ രണ്ടെണ്ണം കൂടെ നോക്കി വയ്ക്കാം. അതുപോലെ ട്രിഗ്നോമെട്രി മാത്തമാറ്റിക്സിൽ നമ്മുടെ 10ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ 30 60 90 ട്രയാങ്കിൾ ആണെങ്കിൽ റേഷ്യോ എന്തായിരിക്കും? 1:√3:2 ആയിരിക്കും. അതുപോലെ 45 45 90 ട്രയാങ്കിൾ ആണെങ്കിൽ 1:1:√2 ആയിരിക്കും. അതുപോലെ ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസ് നിങ്ങൾ നോക്കുക.
Sin A is equal to opposite side by hypotenuse. Cos A is equal to adjacent side by hypotenuse. Tan A is equal to opposite side by adjacent side. അത് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും, നമ്മുടെ ഷുവർ ക്വസ്റ്റിനിൽ പെടുന്നതാണ് ട്രിഗ്നോമെട്രി, സൈൻ കോസ് ടാൻ എന്ന് പറയുന്നത്. അതുപോലെ ഏരിയയുടെ ഫോർമുല നോക്കുകയാണെങ്കിൽ ജനറൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു 1/2 AB. ബേസിക് ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ 1/2 BH ആണ്. റോംബസ് ആണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു 1/2 D1 ഇൻറ്റു D2. ട്രപ്പീസിയം ആണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു 1/2 HA+B ആണ്. പാരലലോഗ്രാം ആണെങ്കിലോ ഏരിയ ഈസ് ഈക്വൽ ടു BH ആണ്. അതുപോലെ സർക്കിളിലെ ട്രിഗ്നോമെട്രിയിൽ ലെങ്ത് ഓഫ് കോഡ് ഈസ് ഈക്വൽ ടു 2R സൈൻ C/2 ആണ്. അതുപോലെ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. പിന്നെ ഈ സൈൻ കോസ് ടാൻ ഞാൻ ജസ്റ്റ് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടേബിളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഈ ടേബിളിൽ കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് ഞാൻ ടേബിളിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റ്സ്, 6ാമത്തെ ചാപ്റ്റർ നമുക്ക് കോർഡിനേറ്റ്സ് ആണ്. അതിൽ എക്സ് ആക്സിസ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ നമ്പർ ലൈൻ ആണ്, വൈ ആക്സിസ് ആണെങ്കിൽ വെർട്ടിക്കൽ നമ്പർ ലൈൻ ആണ്. അത് നിങ്ങൾ ഓർക്കുക. ഇത് നിങ്ങൾക്ക് +1 +2 പഠിക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കുക, ബൈ ഹാർട്ട് ആക്കുക ഇപ്പം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് +1 +2 വരുമ്പോൾ ഇത് ഈസി ആയിരിക്കും. അതുപോലെ ഒറിജിൻ എപ്പോഴും 0 ആയിരിക്കും, അത് നിങ്ങൾ നോക്കി വയ്ക്കുക. അതുപോലെ നിങ്ങൾ ഈ പോയിന്റ്സ് ഓൺ ദി ആക്സിസ് എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ഇസ് 0. അതുപോലെ എക്സ് കോർഡിനേറ്റ് വൈ ആക്സിസിലെന്ന് പറയുമ്പോൾ എപ്പോഴും 0 ആയിരിക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും 0 ആയിരിക്കും. അതുപോലെ പാരലൽ ലൈനും ഡിസ്റ്റൻസും നോക്കുകയാണെങ്കിൽ ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ്, ഓൾ പോയിന്റ്സ് ഓൺ ദീസ് ലൈൻസ് ഹാവ് ദ സെയിം വൈ കോർഡിനേറ്റ്. അതുപോലെ ലൈൻസ് പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ ഓൾ പോയിന്റ്സ് ഓൺ ദീസ് ലൈൻസ് ഹാവ് ദ സെയിം എക്സ് കോർഡിനേറ്റ്സ്. അതുപോലെ പാരലൽ ലൈൻസും ഡിസ്റ്റൻസും നോക്കുകയാണെങ്കിൽ ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ഓൾ പോയിന്റ്സ് ഓൺ ദീസ് ലൈൻസ് ഹാവ് ദ സെയിം വൈ കോർഡിനേറ്റ്സ്. അപ്പോൾ വൈ ആക്സിസിൻ്റെ നോക്കുമ്പോഴോ ഓൾ പോയിന്റ്സ് ഓൺ ദീസ് ലൈൻസ് ഹാവ് ദ സെയിം എക്സ് കോർഡിനേറ്റ്സ്. അതുപോലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് AB ഈസ് ഈക്വൽ ടു √x2 - x1² + y2 - y1² ആണ്. അത് നിങ്ങൾ ജനറൽ ഡിസ്റ്റൻസ് ഫോർമുല ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഈ മെയിൻ ഫോർമുലയിൽ എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാത്തത്. പിന്നെ അതുപോലെ ടാൻജൻ്റ് ആണ് 7ാമത്തെ ചാപ്റ്റർ. അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ടാൻജൻറ്റും. അതിൽ നമ്മൾ OP² ഈസ് ഈക്വൽ ടു PA² + OA² ആണ് അതിൻ്റെ മെയിൻ. പൈത്തഗോറസ് തിയറം ആണിത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ടാൻജൻറ്റൽ ക്വാഡ്രിലാറ്ററൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈസ് ഈക്വൽ. അത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ A + B + C + D ഈസ് ഈക്വൽ ടു A + D + B + C ആണ്. അതുപോലെ നമ്മൾ എന്താണ് പറയുന്നത്, ടാൻജൻറ്റ് ആൻഡ് സെക്കൻഡ് റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ PA ഈസ് ഈക്വൽ ടു PB ഈസ് ഈക്വൽ ടു PC² ആയിരിക്കും. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും അതിനകത്ത്. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഹെറോൺസ് ഫോർമുലയിൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ABC ആണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു √S S - A S - B S - C ആണ്. അതുപോലെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. R ഈസ് ഈക്വൽ ടു ഏരിയ ബൈ സെമി പെരിമീറ്റർ ഈസ് ഈക്വൽ ടു A/S ആണ്. അപ്പോൾ 8ാമത്തെ ചാപ്റ്റർ സോളിഡ് ആണ്. സോളിഡ് ഒത്തിരി ഇക്വേഷൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. ഫേസസ് 5 ആണ് സ്ക്വയർ പിരമിഡിൽ, വെർട്ടൈസസ് 5 ആണ്, എഡ്ജ് 8 ആണ്. അപ്പോൾ കീ മെഷർമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് L ഈസ് ഈക്വൽ ടു √h² + A/2² ആണ്. ലാറ്ററൽ എഡ്ജ് E നോക്കുകയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു √L² + A/2² ആണ്. ഡയഗണൽ ഓഫ് ബേസ് നമ്മൾ D ഈസ് ഈക്വൽ ടു √2A ആണ്, അല്ലെങ്കിൽ A ഈസ് ഈക്വൽ ടു D/√2 ആണ്. അതുപോലെ ഏരിയ ആൻഡ് വോളിയം ഫോർമുലാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ A², ഏരിയ ഓഫ് 1 ലാറ്ററൽ ഫേസ് കണ്ടുപിടിക്കാനാണെങ്കിൽ 1/2AL ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ LSA കണ്ടുപിടിക്കാനാണെങ്കിൽ 2AL ആണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ TSA കണ്ടുപിടിക്കാനാണെങ്കിൽ 2AL + A² ആണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ എഡ്ജ് കണ്ടുപിടിക്കാനാണെങ്കിൽ 4A + 4E ആണ്. അതുപോലെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ V ഈസ് ഈക്വൽ ടു 1/3A²H ആണ്. അതുപോലെ സ്പെഷ്യൽ കേസിലാണെങ്കിൽ ഇക്വിലാറ്ററൽ ലാറ്ററൽ ഫേസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ √3A/2 ആണ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനോ A² + √3A² ആണ്. അതുപോലെ സിലിണ്ടർ കണ്ടുപിടിക്കാൻ ബേസ് ഏരിയ ഈസ് ഈക്വൽ ടു πr².
ബേസ് പെരിമീറ്റർ കണ്ടുപിടിക്കാനോ 2πr. കർവ്ഡ് സർഫേസ് ഏരിയ ഓർ CSA 2πr h ആണ്. ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനോ TSA 2πr ഓർ r+h ആണ്. വോളിയം കണ്ടുപിടിക്കാനോ πr²h. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സിലിണ്ടറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിനകത്ത് ഡിസ്റ്റൻസ് ഓഫ് മിഡ് പോയിൻറ്റ്സ് അത് നമ്മൾ നോക്കുക. ഡിസ്റ്റൻസ് ആൻഡ് മിഡ് പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ് ഫോർ പോയിൻറ്റ്സ് x1 y ആൻഡ് x2 y ആണെങ്കിൽ ഡിസ്റ്റൻസ് x1 - x2 ആയിരിക്കും. പാരലൽ ടു y ആക്സിസ് ഫോർ പോയിൻറ്റ്സ് y1 ആൻഡ് y2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു y1 - y2 ആയിരിക്കും. ജനറൽ ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്ന് വെച്ചാൽ √x1 - x2² പ്ലസ് y1 - y2². അതുപോലെ മിഡ് പോയിന്റ് ഫോർമുല, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ x ഈസ് ഈക്വൽ ടു x1 + x2/2 ഓർ y ഈസ് ഈക്വൽ ടു y1 + y/2. അത് നമ്മൾ ചെയ്യുക. അതുപോലെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോർമുലകളാണിത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 - y1/x2 - x1 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ലോപ്പ് കിട്ടും. അത് നിങ്ങൾക്ക് ABC എന്ന രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, സ്ലോപ്പും മിഡ് പോയിന്റും ഒക്കെ. അത് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കുക. കാരണം ഒരെണ്ണം വിട്ടുപോയാൽ അത്ര മാർക്ക് അങ്ങ് പോകും. അപ്പോൾ സെക്ഷൻ ഫോർമുല റേഷ്യോ നോക്കുകയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു x1 + m/m+2. y നോക്കുകയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു y1 + m/m+n ആണ്. അതുപോലെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ സെൻറ്റർ അറ്റ് ഒറിജിൻ 0 ആണെങ്കിൽ x2 + y2 ഈസ് ഈക്വൽ ടു r². x² + y² ഈസ് ഈക്വൽ ടു r². സെൻറ്റർ അറ്റ് AB ആണെങ്കിൽ x - a² + y - b² ഈസ് ഈക്വൽ ടു r². അത് നിങ്ങൾ നോക്കുക. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ശരിക്കും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഫോർത്ത് വെർട്ടെക്സ് ഓഫ് എ പാരലലോഗ്രാം കണ്ടുപിടിക്കാനാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് D ഈസ് ഈക്വൽ ടു x1 + x3 - x2 ആണ്. y കോർഡിനേറ്റ് ഓഫ് D കണ്ടുപിടിക്കാനാണെങ്കിലോ y1 + y3 - y2 ആണ്. അതുപോലെ 10ാമത്തെ നമ്മുടെ ചാപ്റ്റർ പോളിനോമിയൽസ് ആണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിക്കാനാണെങ്കിൽ AX, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് AX + B അതാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആകുമ്പോഴോ AX² + BX + C ആണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. Expansion or factoring identities. A - b² is equal to a + b² minus 4ab. A + b² is equal to a - b² plus 4ab. X minus b is equal to x² minus a plus bx plus ab ആണ്. അതുപോലെ നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കാര്യമായിട്ട് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് +1 സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. മെയിനായിട്ടുള്ളൊരു എക്കണോമിക്സിൻ്റെ നമുക്ക് പാതിയോളം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഈ 2 ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ, ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 വരുമ്പോൾ എളുപ്പമായിരിക്കും. ഈ ഇക്വേഷൻ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒത്തിരി പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x1, x2, x3 എന്ന് പറയുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സീക്വൻസിലാണെങ്കിൽ x1 + x2 + x3 + xn വരെ ബൈ n എന്ന് പറയുന്നത് ഇക്വേഷനാണ്. അതുപോലെ മീഡിയനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ റോ ആണെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസി n ഈസ് ഓഡ് നമ്പർ ആണെങ്കിൽ ദ മീഡിയൻ ഈസ് n+1/2 observation. If total frequency n is even number, the median is the average of the n/2th and the n/2 + 1th observation. അതുപോലെ ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണ്. ക്ലാസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം അറേഞ്ച്ഡ് ഫ്രീക്വൻസീസ് ആസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ദാറ്റ് ഡിറ്റർമൈൻസ് ദ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ. If n is odd, take the corresponding observation of the n+1/2th frequency. If n is even, take half the sum of the observation in the n/2th frequency and the next frequency. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എക്സാമിന് കയറുന്നതിന് മുന്നേ നിങ്ങൾക്ക് പോകുന്ന വഴിക്കും ഒക്കെ നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എഴുതി പഠിക്കുക. എഴുതി പഠിക്കുമ്പോൾ ഇക്വേഷൻസ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കയറും. അപ്പോൾ നിങ്ങളതൊന്ന് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഒരു ഇക്വേഷനിൽ ഒരു പ്രോബ്ലമെങ്കിലും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചെല്ലുമ്പോൾ ഇത് പെട്ടെന്ന് കിട്ടും. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് 15 മിനിറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ട് കൂൾ ഓഫ് ടൈം കിട്ടുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നോക്കി ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എഴുതി വരുമ്പോൾ ഈ ഇക്വേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അല്ലാതെ ആ സമയത്ത് നമ്മൾ കിടന്ന് തപ്പിയാൽ അത്രയും സമയം അങ്ങ് പോകും. അപ്പോൾ നിങ്ങൾ ആ 15 മിനിറ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഓരോ ഇക്വേഷനും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഈ ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, ഈ ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും ടെൻസ്ഡ് ആവാതിരിക്കുക. കാരണം ആ ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷൻ മനസ്സിൽ വരും. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. നിങ്ങൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ എല്ലാം മനസ്സിൽ വരും. അപ്പോൾ നിങ്ങൾ എല്ലാം നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എക്സാമൊക്കെ എളുപ്പമായിരിക്കും. മാത്സ് എല്ലാവർക്കും ടെൻഷനുള്ള ഒരു വിഷയമാണ്. പക്ഷേ മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും ടീച്ചേഴ്സിന് മാർക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ്. നിങ്ങൾ എഴുതിയതിന് മാർക്ക് തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷനും അതുപോലെ നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പും നിങ്ങളുടെ പേപ്പറിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.